ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ولقد نصركم الله ببدر وأنتم أذلة فاتقوا الله لعلكم تشكرون يا أيها الناس أوصيكم وإياي أولا بتقوى الله. ഏറെ സ്നേഹനിധരായ സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരിമാരെ, രക്ഷിതാക്കളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ അനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമേ എന്ന് ആദ്യമായി എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമദാൻ അതിൻ്റെ പകുതിയോടടുത്തിരിക്കുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഒട്ടേറെ ആരാധനകൾ ചെയ്യാൻ, ഇബാദത്തുകൾ ചെയ്യാൻ ഭാഗ്യം ലഭിച്ചവരാണ് നമ്മളെല്ലാം. അത് നോമ്പാണെങ്കിലും നമസ്കാരമാണെങ്കിലും തറാവീഹാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും എന്ന് വേണ്ട എന്തെല്ലാം നന്മകളുണ്ടോ ആ കേട്ട നന്മകളെല്ലാം ജീവിതത്തിൽ ചെറിയ രൂപത്തിലാണെങ്കിൽ പോലും അത് ചെയ്യാനും അതിലൂടെ സ്വർഗം നേടാനും പരിശ്രമിച്ചവരാണ് നമ്മളെല്ലാം. അള്ളാഹു നമ്മളിൽ നിന്നും കബൂൽ ചെയ്യുമാറാവട്ടെ. കഴിഞ്ഞ കുറെ ആഴ്ചകളിൽ റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ ഫളായിലുകൾ പലതും നമ്മൾ മനസ്സിലാക്കി. അതിലെ അഹ്കാമുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളും വിശദീകരിച്ചു. സ്വാഭാവികമായിട്ടും റമദാൻ എന്ന് പറയുമ്പോൾ അത് ആരാധനകളുടേത് എന്നതിനപ്പുറത്തേക്ക് ചരിത്രപ്രധാനമായ ഒരു സംഭവത്തിനു കൂടി സാക്ഷിയായ ഒരു മാസമാണ് റമദാൻ. ഒരു പക്ഷേ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്നും ഓർക്കുന്ന, കേൾക്കുന്ന സമയത്തെല്ലാം അങ്ങേയറ്റം ആവേശം നൽകുന്ന, അവന്റെ മറ്റു ജീവിതങ്ങളെ കുറിച്ചുകൂടി പരിശോധിക്കുമ്പോൾ ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്, ഒരു സംഭവമാണ് ബദറുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ സംഭവങ്ങളും.
ഒരു ന്യൂനപക്ഷമായ മുസ്ലിം ഉമ്മത്ത് വലിയ ഒരു വിഭാഗത്തിനെതിരെ നേടിയതാണ് ബദറിന്റെ ചരിത്രമെങ്കിൽ ആ ബദർ എന്തിനായിരുന്നു എന്നും എന്താണതിന്റെ ചരിത്രമെന്നും ചെറിയ രൂപത്തിലെങ്കിലും ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ടവരെ, ബദർ എന്ന് പറഞ്ഞാൽ അത് മക്കയുടെയും മദീനയുടെയും ഇടയിലുള്ള, മദീനയിൽ നിന്ന് ഏകദേശം ഒരു 150 കിലോമീറ്റർ അകലെയുള്ള ഒരു പ്രദേശത്തിന്റെ പേരാണ് ബദർ. ആ ഒരു പേര് ആ പ്രദേശത്തിന് കിട്ടാൻ ഒരുപാട് കാരണങ്ങൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ നാട്ടിലുള്ള ഒരു കിണറുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്നും, അതല്ല ബദർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെന്നും, അതല്ല അവിടെയുള്ള വാണിജ്യ കേന്ദ്രമായതുകൊണ്ട് ആ ഒരു പേരിലേക്കാണ് പണ്ട് മുതലേ അറിയപ്പെട്ടത് എന്നിങ്ങനെ പലതും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇസ്ലാമിൽ ബദർ ആ ഒരു പ്രദേശത്തിനേക്കാൾ ആ പ്രദേശത്ത് നടന്ന ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, മുസ്ലിമീങ്ങളുടെ വിജയവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ ഒരു ബദറിന്റെ ചരിത്രം വിശദീകരിക്കുന്നതിന് മുമ്പ് നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നമുക്ക് ആവശ്യമാണ്. നമുക്കറിയാം, 40-ാമത്തെ വയസ്സുവരെ എല്ലാവരും അംഗീകരിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു. അൽ അമീൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ആളായിരുന്നു നമ്മുടെ നേതാവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ 40-ാമത്തെ വയസ്സിൽ നുബൂവത്ത് കിട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം ആരംഭിച്ചു. അതുവരെ കണ്ണിലുണ്ണിയായ പ്രവാചകൻ അവർക്ക് കണ്ണിലെ കരടായി മാറാൻ തുടങ്ങി. അതുവരെ അൽ അമീൻ വിശ്വസ്തനെന്ന് പറഞ്ഞിരുന്ന ആളുകൾ മജ്നൂൻ, ഭ്രാന്തനെന്നും സാഹിറെന്നും മുദ്രകുത്താൻ തുടങ്ങി. എന്തിനേറെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം തുടങ്ങിയത് മുതൽ അങ്ങേയറ്റം മർദ്ദനങ്ങളും അക്രമങ്ങളും പ്രയാസപ്പെടുത്തലുകളും നടത്തിക്കൊണ്ടേയിരുന്നു. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നീണ്ട 13 കൊല്ലത്തെ മക്ക ജീവിതത്തിന് ശേഷം, നുബൂവത്തിന് ശേഷം 13 കൊല്ലം ജീവിച്ചിട്ട് പിന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയാണ്. എന്തിനു വേണ്ടിയായിരുന്നു ഹിജ്റ? ഒരിക്കലും സമ്പത്തുണ്ടാക്കാൻ വേണ്ടിയല്ല, ഏതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ച് തന്റെ ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കണം, ആ ഒരൊറ്റ ആഗ്രഹമായിരുന്നു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും വിശ്വാസികളും മക്കയിൽ നിന്ന് മദീനയിലെത്തി. സ്വസ്ഥമായി സമാധാനപൂർണമായി അള്ളാഹനെ ആരാധിച്ച് ജീവിക്കണം എന്ന അതിയായ ആഗ്രഹമല്ലാതെ മറ്റൊന്നും അവർക്കുണ്ടായിരുന്നില്ല. എന്നാൽ ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം, മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു യാത്രയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും മദീനയിൽ താമസിക്കുന്നതോ അവർക്ക് ഇഷ്ടമായില്ല. അവർ ഒരു തീരുമാനത്തിൽ എടുക്കുകയാണ്. അവരുടെ തീരുമാനം അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ ഒരു കച്ചവട സംഘത്തെ ഷാമിലേക്ക്, അഥവാ ഇന്നത്തെ സിറിയയിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആ പറഞ്ഞയക്കുമ്പോൾ ആ കച്ചവട സംഘത്തിന്റെ കയ്യിലുണ്ടായിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും മക്കയിൽ വിട്ടേച്ചുപോയ സമ്പത്തിന്റെ ഓഹരി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മക്കക്കാരായ ആളുകൾ സ്വരുക്കൂട്ടി വെച്ചിരുന്ന സമ്പത്തും ഉണ്ടായിരുന്നു. ഒരേ ഒരു ലക്ഷ്യം മാത്രം, കച്ചവടം ചെയ്ത് ലാഭമുണ്ടാക്കി അവരുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയല്ല, മറിച്ച് കച്ചവടം ചെയ്ത് ലഭിക്കുന്ന സമ്പത്തും അവരുടെ സമ്പത്തും അതിന്റെ ലാഭവും എല്ലാം കൂട്ടി വലിയ ഒരു സന്നാഹമുണ്ടാക്കി മുസ്ലിമീങ്ങളെ ഇല്ലാതാക്കണം. ഈ ഒരു ആഗ്രഹത്തിനു വേണ്ടിയാണ് അബൂ സുഫിയാന്റെ നേതൃത്വത്തിൽ 40ഓളം വരുന്ന ഒരു കച്ചവട സംഘത്തെ സിറിയയിലേക്ക് പറഞ്ഞയക്കുന്നത്. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ അനുവാദം കിട്ടിയത് ആ ഒരു കച്ചവട സംഘത്തെ തടുത്തു നിർത്താൻ. അവർ സിറിയയിലേക്ക് എത്തി തിരിച്ചു പോരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ഒരു സൈന്യമായി കൊണ്ടവർ മാറും. പിന്നെ അത് മുസ്ലിമീങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് ആ കച്ചവട സംഘത്തെ പിടിച്ചു നിർത്തണം. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് ഇറങ്ങാൻ വേണ്ടി പറയാണ്. ആരോടും ഒരു യുദ്ധത്തിനാണെന്ന ഒരു പ്രതീതിയേ ഇല്ല. അതുകൊണ്ട് തന്നെ താല്പര്യമുള്ളവർക്ക് പങ്കെടുക്കാം, താല്പര്യമുള്ള ആളുകൾക്ക് ചേരാം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഇറങ്ങുന്നു. പല ആളുകളും അതൊരു ചെറിയ ഒരു കച്ചവട സംഘത്തെയല്ലേ, അതുകൊണ്ട് കുറച്ചൊക്കെ ആളുകൾ ഇറങ്ങി. ചില ആളുകൾ വലിയ താല്പര്യപൂർവ്വം ഇറങ്ങി. ചില ആളുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ഇറങ്ങണ്ടെന്ന് പറഞ്ഞു. ചില ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടു ചെയ്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും കൂടി ഈ അബൂ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള കച്ചവട സംഘത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി പോവുകയാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇറങ്ങി എന്ന വാർത്ത അത് അബൂ സുഫിയാൻ അറിഞ്ഞു. തങ്ങളെ പിടിച്ചു നിർത്താനായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇറങ്ങിയിട്ടുണ്ട് എന്ന വാർത്ത അറിഞ്ഞപ്പോൾ അബൂ സുഫിയാൻ വേറെ ഒരു വഴിയിലൂടെ പ്രവേശിക്കുകയാണ്. അതിനിടയിൽ അബൂ സുഫിയാൻ ഒരാളെ ലംലമുൽ അംറുൽ ഗിഫാരി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ മക്കത്തേക്ക് പറഞ്ഞേക്കാം. ഞങ്ങളിങ്ങനെ പ്രയാസപ്പെട്ടിട്ടുണ്ട്, ഞങ്ങൾ വരുന്ന സമയത്ത് ഞങ്ങളെ പിടിച്ചു നിർത്താനായിക്കൊണ്ട് മുഹമ്മദും കൂട്ടരും റെഡിയായിട്ടുണ്ട്, അതുകൊണ്ട് അവരെ തടുത്തു നിർത്തണമെങ്കിൽ നിങ്ങളൊരു സന്നാഹവുമായിട്ട് വരണം. ഈ ലംലം എന്ന് പറയുന്ന വ്യക്തി മക്കയിലേക്ക് എത്തിയതിനു ശേഷം അയാളുടെ വാഹനത്തിൽ നിന്ന് ചാടിയിറങ്ങി ആ വാഹനത്തിന്റെ മൂക്കങ്ങ് ചെത്തിക്കളഞ്ഞ് അതിന്റെ കാലുകളങ്ങ് അറുത്തുമാറ്റിയതിനു ശേഷം തന്റെ വസ്ത്രം മുഴുവൻ വലിച്ചു കീറിയിട്ട് പറഞ്ഞു, മക്കക്കാരെ, നിങ്ങൾക്ക് പേടിക്കാനുള്ള ഒരു ദിവസം വന്നിരിക്കുന്നു, മുഹമ്മദും അവന്റെ കൂട്ടരും ഇറങ്ങിയിട്ടുണ്ട്. ഈ ഒരു വാചകം മക്കക്കാരെ പുളകം കൊള്ളിക്കാനും അവരെ അതിനുവേണ്ടി തയ്യാറെടുക്കാൻ വേണ്ടിയുമായിരുന്നു. അയാൾ അതിൽ വിജയിച്ചു. അങ്ങനെ 1400ഓളം വരുന്ന ആളുകളുമായി കൊണ്ട് അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ഇറങ്ങുകയാണ്. 1400ഓളം വരുന്ന ആളുകൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കാത്തിരിക്കുന്നതാവട്ടെ 40 ആളുകൾ ഉള്ള ഒരു കച്ചവട സംഘത്തെയാണെങ്കിൽ അവരിലേക്ക് വരുന്നതാകട്ടെ 1400ഓളം വരുന്ന ഒരു യുദ്ധസന്നാഹത്തോടു കൂടിയുള്ള എല്ലാവിധ സൗകര്യങ്ങളുമായിട്ടുള്ള ഒരു സംഘം, ഒരു സൈന്യം എന്ന് വേണമെങ്കിൽ പറയാം. അവിടെയാണ് ശരിക്ക് വിശുദ്ധ ഖുർആനിൽ ആ ഒരു സംഭവത്തെ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അല്ലാഹ് പറയാണ്, അവർക്ക് മരണത്തിലേക്ക് വലിച്ചിടപ്പെട്ടതുപോലെ സഹാബത്തിന് തോന്നിപ്പോയി. 40ഓളം വരുന്ന ആളുകളെ പിടിച്ചു നിർത്താൻ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതെ കേവലം ചില ഒട്ടകങ്ങൾ, 100ഓളം ഒട്ടകങ്ങൾ മാത്രം, അതുപോലെ തന്നെ 2 കുതിരകൾ മാത്രം, 80ഓളം സൗകര്യങ്ങൾ മാത്രം, അല്ലെങ്കിൽ 300 ചില്ലാനം വരുന്ന ആളുകൾ, 300, 313 എന്നും 315 എന്നും 319 എന്നൊക്കെ 300 ചില്ലാനം എന്ന നിലക്കാണ് പണ്ഡിതന്മാർ എണ്ണീറ്റുള്ളത്. ഇങ്ങനെയൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ കയ്യിൽ വലിയ സൗകര്യങ്ങളൊന്നുമില്ല. മുനയൊടിഞ്ഞ കുന്തങ്ങളാണുള്ളത്, മൂർച്ചയില്ലാത്ത വാളുകളാണുള്ളത്. അവർക്ക് സഞ്ചരിക്കാനുള്ള സൗകര്യങ്ങൾ പോലും കുറവായിരുന്നു. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അതുപോലെ തന്നെ അലി റളിയല്ലാഹു അൻഹുവും മിർസദ് റളിയല്ലാഹു അൻഹുവും കൂടി ഒരു ഒട്ടകപ്പുറത്ത്, 3 ആളും കൂടി ഒട്ടകപ്പുറത്ത് കയറാൻ കഴിയൂല. അപ്പൊ ഒരാൾ ഇങ്ങനെ നടക്കും, മറ്റേ 2 ആളും ഇങ്ങനെ കയറും, പിന്നെ ഇയാൾ കയറും, വേറൊരാൾ ഇറങ്ങും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ നിന്നപ്പോ അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, പ്രവാചകരെ, നിങ്ങൾ കയറിക്കോ, ഞങ്ങൾ നടന്നോളാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നിങ്ങളെക്കാളും ഇതിന് ഞാനും അർഹൻ തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇറങ്ങി, സ്വഹാബത്തിന്റെ കൂടെ ഇറങ്ങി. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കാത്തിരിക്കുന്നത് ഈ 40ഓളം വരുന്ന ആളുകളെയാണെങ്കിൽ അവരിലേക്ക് പുറപ്പെട്ടതാകട്ടെ 1400ഓളം വരുന്ന ആളുകൾ. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും അങ്ങേയറ്റം ബേജാറിലായി. എന്ത് ചെയ്യണം എന്ന ഒരു ചർച്ച, എന്ത് ചെയ്യണമെന്ന ഒരു ചർച്ചയുണ്ടായി. അതിനിടയിലാകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഇന്ന ഭാഗത്താണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോ അബൂ സുഫിയാൻ കടൽ തീരത്തുകൂടി വേറെ ഒരു വഴിയിലൂടെ രക്ഷപ്പെടുകയും ചെയ്തു. അബൂ സുഫിയാനും കൂട്ടരും രക്ഷപ്പെട്ടു എന്നറിഞ്ഞപ്പോ അബൂ ജഹലിന്റെ കൂട്ടരിൽ 1400ഓളം വരുന്ന ആളുകളിൽ 400ഓളം ആളുകൾ അക്നസ് ബിൻ ശരീഖ് എന്ന് പറയുന്ന അവരുടെ നേതാവിന്റെ കൂടെയുള്ള ആളുകളായിരുന്നു, അയാളുടെ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. അക്നസ് പറഞ്ഞു, നമ്മൾ വന്നത് അബൂ സുഫിയാനെയും കൂട്ടരെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. അവര് രക്ഷപ്പെട്ടു, ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, യുദ്ധത്തിന് ഇറങ്ങേണ്ടതില്ല. ഇതായിരുന്നു അക്നസ് ബിൻ ശരീഖും അയാളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെയും അഭിപ്രായം. എന്നാൽ അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി അവിടുന്ന് ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്.
തീർച്ചയായും നിങ്ങൾക്ക് തിരിച്ചു പോകാം. എന്നാൽ മുഹമ്മദിന് ഈ ഇറങ്ങിയ ഇറക്കത്തിന് ഒരു മറുപടി എന്നോണം ഒരു 3 ദിവസം ബദറിൽ പോയിക്കൊണ്ട് അവിടെ അടിച്ചു പൊളിച്ച് ജീവിക്കാതെ, അവർക്ക് വേണ്ട ശിക്ഷകൾ കൊടുക്കാതെ, അല്ലെങ്കിൽ അവരെ ഒന്ന് പേടിപ്പിക്കാതെ നമ്മൾ ഒരിക്കലും തിരിച്ചു പോകുന്നില്ല. ഇതായിരുന്നു അബൂജഹലിന്റെ അഭിപ്രായം. അയാളുടെ കൂടെയാണ് ആളുകൾ കൂടിയതും, 1000-ഓളം വരുന്ന ആളുകൾ. ഈ ഒരു വാർത്തയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കുന്നത്. അവർ പ്രതീക്ഷിച്ച 40-ഓളം ആളുകൾ, അല്ലെങ്കിൽ ആ കച്ചവട സംഘം രക്ഷപ്പെട്ടു. അവരുടെ അടുക്കിലേക്കാകട്ടെ സർവ്വസന്നാഹങ്ങളുമായിട്ട് 1000-ഓളം വരുന്ന ആളുകൾ വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ ഇരുത്തി. അതിൽ 86 ആളുകളാണ് മുഹാജിറുകളായിട്ടുള്ളത്. ബാക്കിയുള്ളവർ മുഴുവൻ അൻസാരികളാണ്, അഥവാ മദീനക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് അഭിപ്രായം ചോദിച്ചു. ആദ്യം മുഹാജിറുകളിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ എന്താണോ താല്പര്യപ്പെടുന്നത് അതിലേക്ക് ഞങ്ങളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുപോലെ തന്നെ മിഖ്ദാദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ ഇറങ്ങിക്കോ, നിങ്ങളുടെ കൂടെ ഞങ്ങളും ഇറങ്ങും. തീർച്ചയായും ബനു ഇസ്രായേലരായ ആളുകൾ അവരുടെ പ്രവാചകനായ മൂസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞതുപോലെ, മൂസാ, നീയും നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്തോ, ഞങ്ങൾ ഇവിടെ ഇരുന്നു കൊള്ളാമെന്നൊരിക്കലും ഞങ്ങൾ പറയൂല, നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷായി. പക്ഷേ അപ്പോഴും അവിടെ കൂടുതലുള്ളത് അൻസാരികളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ മക്കയിൽ നിന്ന് മദീനത്തേക്ക് വന്നവരാണ് മുഹാജിറുകൾ. അവർ എന്തിനും റെഡിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അഖബ ഉടമ്പടിയിൽ കരാർ വെച്ചപ്പോ മദീനക്കാരായ അൻസാരികളായ ആളുകൾ വെച്ചിട്ടുള്ള കരാറ് മദീനയിൽ നബിയെ സംരക്ഷിച്ചു കൊള്ളാമെന്നാണ്. ബദറാകട്ടെ മദീനയിലല്ല, മദീനക്ക് പുറത്താണ്. അതുകൊണ്ട് തന്നെ അവരുടെ അഭിപ്രായം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് തന്റെ മുഖം തിരിച്ചതിന് ശേഷം അൻസാരികളോടായിക്കൊണ്ട് ചോദിച്ചു, അശീറു അലയ്യ അയ്യുഹന്നാസ്, അല്ല ജനങ്ങളെ, എന്താ നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കാരണം ഏറ്റവും കൂടുതൽ അൻസാരികളുണ്ട്. ആ സമയത്ത് അൻസാരികളുടെ കൂട്ടത്തിൽ നിന്ന് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളുടെ കാര്യത്തിലാണോ നിങ്ങൾക്ക് സംശയം? ഞങ്ങളൊന്നുമല്ലാത്ത ആളുകളായിരുന്നു, ഈ ദീനിനെ കുറിച്ച് അറിയാത്തവരായിരുന്നു, പരസ്പരം പോരടിച്ചുകൊണ്ട് ജീവിച്ച ആളുകളായിരുന്നു ഞങ്ങൾ. പക്ഷേ നിങ്ങൾ ഞങ്ങളിലേക്ക് വന്നു, ഞങ്ങൾക്ക് ഇസ്ലാമിനെ പറഞ്ഞു തന്നു, ഞങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു. എങ്കിൽ പ്രവാചകരെ, ആർത്തിരമ്പുന്ന തിരമാലകൾ കണക്കെയുള്ള ആ കടലിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞാലും ശരി, നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും. മറ്റൊരു ഹദീസിൽ കാണുവാൻ സാധിക്കും, ബറഖുൽ ഗമാദിലേക്ക് നിങ്ങൾ ഇറങ്ങാലും ഞങ്ങൾ വരും. ബറഖുൽ ഗമാദ് എന്ന് പറഞ്ഞാൽ അറേബ്യയിൽ ഉണ്ടായിരുന്ന ഒരു മരുഭൂമി പ്രദേശമാണ്, ഏറ്റവും കൂടുതൽ വിഷജീവികളുള്ള ഒരു സ്ഥലം. പക്ഷേ അവിടേക്ക് നബിയെ നിങ്ങൾ പറയാണ്, നിങ്ങൾ അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ റെഡിയാണ്, ഞങ്ങളുടെ കാര്യത്തിൽ നിങ്ങളൊരു പേടിയും വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷമായി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിനെ സ്തുതിച്ചു. എന്നിട്ട് ഇറങ്ങണം. അവര് നേരെ ചെല്ലുന്നത് ബദറിന്റെ ഭാഗത്തേക്കായിരുന്നു. ആ ബദറിന്റെ ഭാഗത്തേക്ക് ചെന്നു. ഹിജ്റ 2-ാം വർഷം റമദാൻ മാസം 16 രാത്രി, അഥവാ വ്യാഴാഴ്ച രാത്രിയാണ് അവരെത്തുന്നത്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ഒരു സ്ഥലം കാണിച്ചു. നമുക്ക് ഇവിടെ തമ്പടിക്കാന്ന് പറഞ്ഞു. ഇന്ന ഒരു ഭാഗം കാണിച്ചുകൊണ്ട് എല്ലാവരും ഇവിടെ തമ്പടിക്കാം, ഇവിടെ നമുക്ക് നിൽക്കാം എന്ന് പറയാം. ആ സമയത്ത് ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂലേ, ഇവിടെ തമ്പടിക്കാം എന്നുള്ളത് വഹയിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ പറയുന്നത്? വഹയിന്റെ അടിസ്ഥാനത്തിലാണോ നിങ്ങൾ പറയുന്നത്? അതല്ല നിങ്ങൾ സ്വന്തം ഒരു യുദ്ധതന്ത്രം എന്ന നിലക്ക് നിങ്ങൾ തീരുമാനിക്കുന്നതാണോ? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു വ്യക്തിയോട്, ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുന്ന ഒരു വാചകമുണ്ട്. ഇത് വഹയിന്റെ അടിസ്ഥാനത്തിലല്ല, ഞാൻ എന്റെ ഒരു അഭിപ്രായം പറയാം. ആ സമയത്ത് ഹുബാബ് ബിൻ മുൻദിർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രവാചകരെ, എന്നാൽ അപ്പുറത്തൊരു സ്ഥലമുണ്ട്, ഇതിനേക്കാൾ ഉത്തമമായ ഒരു സ്ഥലമാണ്. ആ ഉത്തമമായ സ്ഥലത്തേക്ക് നമുക്ക് പോകാം. കാരണം ഇവിടെ ഒരു പക്ഷേ ശത്രുക്കൾ ആക്രമിക്കാനും ഒരു മഴ പെയ്താൽ പ്രയാസപ്പെടാനും സാധ്യതയുണ്ട്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹുബാബ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായ പ്രകാരം ഒരു ഭാഗത്തേക്ക് നീങ്ങി. അവിടെ തമ്പടിച്ചു. മുസ്ലിമീങ്ങളാണ് നേരത്തെ എത്തിയത്. അവിടെ
അവര് തമ്പടിച്ചു, എല്ലാ സൗകര്യങ്ങളും റെഡിയാക്കി, അവർക്ക് വേണ്ട വെള്ള സൗകര്യങ്ങളൊക്കെ റെഡിയായി. അതിനിടയിൽ അള്ളാഹുവിന്റെ അങ്ങേയറ്റത്തെ അനുഗ്രഹം എന്നോണം ഒരു മഴയും പെയ്തു. വിശുദ്ധ ഖുർആനിൽ കാണുവാൻ സാധിക്കും, അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകിയ ഒരുപാട് അനുഗ്രഹങ്ങളിൽ ഒരനുഗ്രഹമായിരുന്നു ബദറിന്റെ തലേ ദിവസം പെയ്ത മഴ. മുസ്ലിമീങ്ങളാകട്ടെ 150ഓളം കിലോമീറ്റർ യാത്ര ചെയ്തിട്ട് അതിൽ പലരും നോമ്പുകാരുണ്ട്, നോമ്പില്ലാത്തവരുമുണ്ട്. അവർ യാത്ര ചെയ്ത് ക്ഷീണിച്ചവശരായി വന്നപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു അനുഗ്രഹത്തിന്റെ മഴ, ഒരു കുളിർമയുടെ മഴ അതവർക്ക് നൽകി. അവർക്ക് വലിയ സന്തോഷമായി. അവർ ബദറിന്റെ ഭാഗത്തുള്ള കിണറുകളൊക്കെ അവരുടെ ഭാഗത്തേക്ക് നീക്കി, അല്ലെങ്കിൽ അതിന്റെ ഭാഗത്ത് അവർ പോയി നിന്നു. ശത്രുക്കൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുടിക്കാനുള്ള വെള്ളത്തിന് വേണ്ടി അവർ പരസ്പരം പോരടിക്കാൻ തുടങ്ങി, പരസ്പരം തർക്കിക്കാൻ തുടങ്ങി, അവർക്കിടയിലുള്ള ചർച്ചകൾ നടക്കാൻ തുടങ്ങി. ഈ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, നിങ്ങൾ ഒന്ന് കുറച്ചു നേരം വിശ്രമിച്ചോളി. സഹാബിമാരെല്ലാവരും വിശ്രമിക്കാൻ പോയി. അതിനുശേഷമുള്ള സംഭവം മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. എല്ലാവരും വിശ്രമിക്കാൻ വേണ്ടി പോകുന്നു. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വുദൂ എടുത്തുകൊണ്ട് നമസ്കരിക്കാൻ തുടങ്ങി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ 2 കൈകൾ ഉയർത്തിക്കൊണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രവാചകന്റെ കൈകൾ വിറക്കുന്നു. പ്രവാചകൻ അണിഞ്ഞിട്ടുള്ള ഷോൾ താഴേക്ക് വീഴുന്നു. അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ അതിങ്ങനെ എടുത്തു വെച്ചുകൊണ്ടേയിരുന്നു, പ്രവാചകന്റെ ഷോൾഡറിൽ വെച്ചുകൊണ്ടേയിരുന്നു. പിന്നെയും പ്രവാചകൻ കരയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദ് ചെയ്ത ഭാഗങ്ങളൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു പ്രവാചകന്റെ കണ്ണീര് കാരണത്താൽ. ആർക്കു വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞത്? ഈ ഒരു ഉമ്മത്ത് പരീക്ഷിക്കപ്പെടരുത് എന്ന ഒറ്റ ഉദ്ദേശത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ശത്രുക്കളാവട്ടെ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചില ചാരന്മാരെ പറഞ്ഞയക്കുന്നുണ്ട്. മുസ്ലിമീങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്, അവർ എത്രത്തോളം ഉണ്ടെന്നറിയാൻ വേണ്ടി. കാരണം കൃത്യമായിട്ട് അറിയൂല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറഞ്ഞ കാര്യങ്ങൾ അറിയാൻ കഴിയൂല. അതുകൊണ്ട് തന്നെ ഒരാളെ പറഞ്ഞയക്കാണ്, അവരെ എത്ര ആൾക്കാരുണ്ട് എന്ന് അന്വേഷിക്കാൻ. അങ്ങനെ തിരിച്ചു വന്നു. ഏകദേശം മനസ്സിലായി 1000-ത്തിലാനം ആളുകളുണ്ട് എന്നുള്ളത്. എന്നാൽ മുസ്ലിമീങ്ങളുടെ ഭാഗത്തേക്കും വന്നു ചില ആളുകൾ. അവർ വന്നിട്ട് അവരുടെ കൂട്ടത്തിലുള്ള ആളുകളോട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. മുസ്ലിങ്ങളുടെ ഭാഗത്തേക്ക് വന്നത് ഉമൈർ ബിൻ വഹബ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ഉമൈർ ബിൻ വഹബ്, ഉമൈർ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി ഒരു ചാരനായിക്കൊണ്ടാണ് വരുന്നത്. മുസ്ലിമീങ്ങളുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് എന്നൊക്കെ നോക്കിയതിനു ശേഷം ഉമൈർ ബിൻ വഹബ് തിരിച്ചു ചെല്ലുമ്പോ ശത്രുക്കളായ ആളുകൾ കാത്തു നിൽക്കുകയാണ്. അവര് ഉമൈറിനെ വിളിച്ചു. ഉമൈർ എങ്ങനെയുണ്ട്? ഉമൈർ പറഞ്ഞു, പേടിക്കാനൊന്നുമില്ല. അവരാകട്ടെ 300 ചില്ലാനം വരുന്ന ആളുകളെ ഉള്ളൂ. അവരുടെ കൈകളിലാകട്ടെ മുനയൊടിഞ്ഞ കുന്തങ്ങളും മൂർച്ചയില്ലാത്ത വാളുകളും മാത്രമുള്ളത്. അവർക്ക് സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഇത് കേട്ടപ്പോ ശത്രുക്കൾക്ക് വല്ലാത്ത സന്തോഷമായി. കാരണം നമ്മൾ 1000 ആളുകളുണ്ട്, അവർ 300 ഉള്ളൂ. നമ്മുടെ കയ്യിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, അവരുടെ കയ്യിൽ ഒന്നുമില്ല. ആ സമയത്ത് ഉമൈർ ബിൻ വഹബ് പറയുന്ന ഒരു വാചകമുണ്ട്. ശത്രുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തലയിലേക്ക് ഒരു ഇടുത്തി വീടുന്ന രൂപത്തിലായിരുന്നു അത്. ഉമൈർ പറയാണ്, അവർ 300 ചില്ലാനം വരുന്ന ആളുകളെ ഉള്ളൂ. പക്ഷേ ഞാൻ അവിടെ ചെന്ന സമയത്ത് ഈ സ്വഹാബിമാരെന്ന് പറയുന്ന മുസ്ലിമീങ്ങൾ അവർ മുഹമ്മദിനോട് കാണിക്കുന്ന സ്നേഹങ്ങൾ കണ്ടപ്പോ, അവർക്ക് അവരുടെ ദീനിനോടുള്ള ഇഷ്ടം കണ്ടപ്പോ ഒരു കാര്യം ഉറപ്പാണ്, അവരിൽ ഒരാൾ മരിക്കണമെങ്കിൽ നിങ്ങളിലെ ഒരാളെ കൊന്നിട്ടല്ലാതെ അവരിൽ ഒരാൾ മരിക്കൂല. നിങ്ങളിലെ ഒരാളെ കൊന്നിട്ടല്ലാതെ അവരിൽ ഒരാൾ മരിക്കൂല. ഇത് കേട്ടതും ശത്രുക്കൾക്ക് ബേജാറായി. കാരണം ഞങ്ങളുടെ കൂട്ടത്തിൽ 300ഓളം ആളുകൾ എന്തായാലും അപ്പൊ മരണപ്പെടും, മുസ്ലിമീങ്ങളെ കൊലപ്പെടുത്തണമെങ്കിൽ. അന്നേ ദിവസം കഴിഞ്ഞു. പിറ്റേ ദിവസം ഹിജ്റ 2-ാം വർഷം റമളാൻ 17 വെള്ളിയാഴ്ച രാവിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും ഒരു ഭാഗത്തു നിന്നു, ശത്രുക്കൾ വേറൊരു ഭാഗത്തു നിന്നു. അങ്ങനെ ശത്രുക്കളുടെ ഭാഗത്തു നിന്ന് 3 ആളുകൾ ഇറങ്ങുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ജീവിതത്തിൽ നടത്തുന്ന ചില പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ആ ഒരു സുബഹിന്റെ സമയത്ത് പോലും ചില സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്.
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളുകളെ തയ്യാറാക്കി നിർത്തുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് സഅദ് ബിൻ മുആദ് റളിയല്ലാഹു അൻഹു വന്നു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ യുദ്ധം ചെയ്തോളാം, നിങ്ങൾ ഇറങ്ങണ്ട, നിങ്ങൾക്ക് ഞങ്ങൾ ഒരു അരീഷ് ഉണ്ടാക്കി തരാം, ഒരു കൂടാരം നിങ്ങൾക്ക് കെട്ടിത്തരാം, ആ കൂടാരത്തിൽ നിങ്ങൾ ഇരുന്നാ മതി, നിങ്ങൾ ഇറങ്ങി യുദ്ധം ചെയ്യേണ്ടതില്ല. എന്നിട്ട് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്. അദ്ദേഹം പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഈ യുദ്ധത്തിൽ നമ്മൾ വിജയിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് മദീനത്തേക്ക് പോകാം. അതല്ല, ഈ യുദ്ധത്തിൽ നമ്മൾ പരാജയപ്പെടുകയാണെങ്കിൽ ഈ സ്വഹാബിമാരെ ഓരോരുത്തരായി ശത്രുക്കൾ കൊലപ്പെടുത്തുന്നത് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കുള്ള കാവലി വെച്ചിട്ടുള്ള ആളുകളെ വെച്ചുകൊണ്ട് നിങ്ങൾ പോയിക്കോ. എന്നിട്ട് സഅദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം മദീനത്തുണ്ട്, അവർ നിങ്ങളെ നോക്കിക്കോളും. അവിടെ നോക്ക്, ഞങ്ങൾ മാത്രമേ പ്രവാചകരെ നിങ്ങൾക്കുള്ളൂ, ഞങ്ങളെ ഇവിടെ പ്രവർത്തിക്കാനുള്ളൂ, ഞങ്ങളെ നിങ്ങൾക്കുള്ളൂ എന്നല്ല, ഞങ്ങളെക്കാൾ നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു സാഹോദര്യ ബന്ധമാണത്. ഒരു വിശ്വാസി എന്ന നിലക്ക് മറ്റൊരു വിശ്വാസിയുടെ കാര്യത്തിൽ അവൻ നല്ല ആളാണെന്ന ഒരു ചിന്ത, അതായിരുന്നു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പ്രകടമാക്കിയത്. അവിടെ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഒരു സംഭവം കൂടി നടക്കുന്നുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് അണിയണിയായി നിൽക്കാൻ വേണ്ടി പറയാണ്. എത്രത്തോളം എന്നാൽ മലക്കുകൾ അണിയണിയായി നിൽക്കുന്നുണ്ട്, നിങ്ങളും അതുപോലെ നിൽക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാരിങ്ങനെ അണിയായി നിൽക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നോക്കി നടക്കണം. ആരെങ്കിലും മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അവരെ പിന്നിലേക്ക് ഇങ്ങനെ തട്ടിയിട്ട് ഒരു നേരെ നിൽക്കാൻ വേണ്ടിയിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുകൊണ്ടിരിക്കുക. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ഒരു ചെറിയ വടി അല്ലെങ്കിൽ ഒരു കുന്തം അതുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മൂർച്ചയില്ലാത്ത ഭാഗം കൊണ്ടാണ് ബാക്കിയുള്ള ആളുകളൊക്കെ ഇങ്ങനെ മാറ്റുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയം സവാദ് റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് മുന്നിലേക്ക് നീങ്ങി നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുണ്ടായിരുന്ന ആ കുന്തത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ആ വടിയുടെ ഭാഗം എടുത്തുകൊണ്ട് അദ്ദേഹത്തിന്റെ വയറ്റിൽ ഇങ്ങനെ ചെറുതായിട്ട് കുത്തിയിട്ട് പറഞ്ഞു, സവാദ്, ബാക്കിലേക്ക് നിൽക്ക്, പിന്നിലേക്ക് നിൽക്ക്, ആ സഫ് ശരിയാക്ക്. ഈ വാക്ക് പറഞ്ഞതും സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങളിപ്പോൾ ചെയ്തത് എനിക്ക് വേദനിച്ചിട്ടുണ്ട്, നിങ്ങൾ ഈ ചെയ്തത് എനിക്ക് വേദനിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കിതിന് പ്രതിക്രിയ ചെയ്യണം. സ്വഹാബിമാരെല്ലാവരും അത്ഭുതപ്പെട്ടു. ശത്രുക്കൾ അവിടെ റെഡിയായി നിൽക്കുകയാണ് യുദ്ധത്തിന് വേണ്ടി. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സവാദ് റളിയല്ലാഹു അൻഹു ഈ വാക്ക് പറയുന്നത്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കയ്യിലുണ്ടായിരുന്ന ആ വടി അല്ലെങ്കിൽ ആ കുന്തം സവാദിന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ എന്നെ തിരിച്ചു കുത്തിക്കോ. സവാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾ നോക്ക്, ഞാൻ വസ്ത്രം ധരിച്ചിട്ടില്ല, ഞാൻ വസ്ത്രമില്ലാതെയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മേൽ വസ്ത്രം അഴിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരണയുള്ള ഒരു കുഞ്ഞിനെ പോലെ തന്റെ മേൽ വസ്ത്രം അഴിച്ചു. സ്വഹാബിമാരിൽ പല ആളുകൾക്കും ദേഷ്യം വരുന്നുണ്ട്, ചില ആളുകൾക്ക് സങ്കടമാണ്. കാരണം ഇങ്ങനത്തെ ഒരു കൗമ എന്തേ ഇങ്ങനെയായി പോയത്? ശത്രുക്കൾ ഇത്രയും നമുക്കെതിരെ നിൽക്കുന്ന സമയത്താണോ ഇങ്ങനെ ചെയ്യുന്നത്? ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം അടിച്ച് തന്റെ കയ്യിൽ പിടിച്ചു. സവാദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കിലേക്ക് നീങ്ങി. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഒരു ശരീരത്തിലേക്ക് തന്റെ ശരീരം ചേർത്ത് വെച്ചുകൊണ്ട് പ്രവാചകന്റെ കബളത്തും നെഞ്ചിലുമായി ഒരുപാട് മുത്തങ്ങൾ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, നിങ്ങൾക്കെതിരെ ഞങ്ങൾ പ്രതിക്രിയ ചെയ്യുന്ന ഞങ്ങൾ വിചാരിക്കണേ, ഞാൻ ഒരിക്കലും അതിനു വേണ്ടിയിട്ടല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, പിന്നെ എന്തിനായിരുന്നു സവാദ് നിങ്ങൾ ഈ പറഞ്ഞത്? ആ സമയത്ത് സവാദ് റളിയല്ലാഹു അൻഹു പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, നമ്മളിപ്പോ ഒരു യുദ്ധത്തിന് വേണ്ടി ഇറങ്ങാണ്. ഈ യുദ്ധത്തിലെങ്ങാനും ഈ സവാദ് ഷഹീദാകുകയാണെങ്കിൽ, ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ, അള്ളാന്റെ അടുക്കലെത്തുമ്പോ എനിക്ക് പറയണം, എന്റെ ശരീരം അവസാനമായി ചേർത്തത് റബ്ബേ നിന്റെ പ്രവാചകന്റെ ശരീരത്തിലേക്കാണ്, ഞാൻ ഏറ്റവും അവസാനമായി മുത്തം കൊടുത്തത് നിന്റെ പ്രവാചകനെയാണെന്ന് പറഞ്ഞ് എനിക്ക് അള്ളാഹുവിന്റെ അടുക്കൽ പറയാൻ കഴിയണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ ചെയ്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ ഒരു വരിയായി നിർത്തിക്കൊണ്ടിരുന്നു. ആ സംഭവം കഴിഞ്ഞു.
ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് ഉത്തുബയും ഷൈബയും വലീദും ഇറങ്ങി. എന്നിട്ട് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാഗത്തുള്ളവരോട് ഇറങ്ങാൻ വേണ്ടി പറഞ്ഞു. ഉത്തുബയും ഷൈബയും വലീദും അവരുടെ നേതാക്കന്മാരാ. ആ 3 പേരും ഇറങ്ങിയപ്പോ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് 3 ആളുകൾ ഇറങ്ങി. അബ്ദുല്ലാ ഇബ്നു റവാഹയും മറ്റു 2 അൻസാരികളായ ആളുകളും. അൻസാരികൾ ഇറങ്ങിയത് കൊണ്ട് തന്നെ ഈ ശത്രുക്കൾ വിളിച്ചു പറഞ്ഞു, നിങ്ങളാരാ? നിങ്ങളെയല്ല ഞങ്ങൾക്ക് വേണ്ടത്, മറിച്ച് ഞങ്ങളുടെ നാട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെട്ട ചില ആളുകളുണ്ട്, അവരെയാണ് ഞങ്ങൾക്ക് വേണ്ടത്. മുഹമ്മദ്, നിന്റെ കുടുംബത്തിൽപ്പെട്ട ആളുകളെ പറഞ്ഞയക്ക് ഞങ്ങളുടെ കൂടെ. ഞങ്ങൾക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങാൻ നിന്റെ കുടുംബത്തിലുള്ളവരെ വിളിക്കും. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു, യാ ഹംസ, യാ ഉത്ബ, യാ അലി. 3 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി രക്തബന്ധമുള്ള ആളുകൾ. ഹംസ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ എളാപ്പയാണ്. അലി റളിയല്ലാഹു അൻഹു എളാപ്പാന്റെ മോനാണ്. ഉത്ബ റളിയല്ലാഹു അൻഹു എളാപ്പാന്റെ മോനാണ്. ആ 3 പേരും ഇറങ്ങി. അതിൽ അലി റളിയല്ലാഹു അൻഹുവും ഹംസ റളിയല്ലാഹു അൻഹുവും തങ്ങളുടെ ശത്രുക്കളെ അല്ലെങ്കിൽ തങ്ങളുടെ എതിരാളികളെ കൊലപ്പെടുത്തി. എന്നാൽ ഉത്ബ റളിയല്ലാഹു അൻഹുവിന് അതിൽ കഴിഞ്ഞില്ല. ഉത്ബ റളിയല്ലാഹു അൻഹുവിന്റെ കാലിൽ വലിയ ഒരു മുറിവ് പറ്റി. അദ്ദേഹത്തെ പിന്നെ അലി റളിയല്ലാഹു അൻഹു രക്ഷപ്പെടുത്തി. അലി റളിയല്ലാഹു അൻഹു ഹംസ റളിയല്ലാഹു അൻഹു കൂടി. പിന്നീട് അങ്ങോട്ട് ഒരു ദ്വന്ദ്വയുദ്ധത്തിനപ്പുറത്തേക്ക് പൂർണ്ണമായി കൊണ്ടുള്ള ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങി. ആ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സംഭവം മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അണിയണിയായി നിർത്തുമ്പോൾ ഞാൻ എന്റെ വലതുഭാഗത്തേക്ക് നോക്കി. ആ സമയത്ത് ഒരു കുട്ടിയാണ് എന്റെ വലതുഭാഗത്തുള്ളത്. എന്റെ ഇടതുഭാഗത്തേക്ക് നോക്കി, അപ്പോഴും ഒരു കുട്ടിയാണ് ഞാൻ കണ്ടത്. ഞാൻ വിചാരിച്ചു കുറച്ച് വലിയ ആളുകൾ എന്റെ അടുക്കൽ ഉണ്ടായിരുന്നെങ്കിൽ. ആ സമയത്ത് ആ കുട്ടികളിൽ നിന്ന് ഒരാൾ മുഅവ്വദ് ഇബ്നു അഫ്ര റളിയല്ലാഹു അൻഹു, കുട്ടിയായിരിക്കുന്ന ആള്, 14 or 15 വയസ്സുണ്ടാകും. ആ കുട്ടി ചോദിക്കാണ്, യബ്ന അമ്മ, ല അമ്മാവ, കാക്ക എന്ന് വിളിക്കൂലേ? ആ പ്രയോഗം നടത്തിയിട്ട് പറയാണ്, നിങ്ങൾക്കറിയുമോ അബൂജഹലിനെ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് അബൂജഹലിനെ? ആ കുട്ടി പറയാണ്, ഞാൻ കേട്ടിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ ഒരുപാട് ഉപദ്രവിച്ച ആളാണ് ഈ അബൂജഹൽ എന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ അബൂജഹലിനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇതേ വാക്ക് ഇടത്തുഭാഗത്തുള്ള ആളും പറഞ്ഞു. മുആദ് ഇബ്നു അംറും പറഞ്ഞു. യുദ്ധം തുടങ്ങി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുമ്പോ ഒരു അഹങ്കാരത്തിന്റെ നടത്തവുമായി തന്റെ തലപ്പാവ് ധരിച്ചുകൊണ്ട് വാളും ഓങ്ങിക്കൊണ്ട് അബൂജഹൽ ലഅനത്തുല്ലാഹി നടന്നു പോകുന്നത് കണ്ടു. അത് കണ്ടതും അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മക്കളെ, നിങ്ങൾ ചോദിച്ച വ്യക്തിയില്ലേ, അതാ ആ പോകുന്ന ആളാണ്. അദ്ദേഹം പറഞ്ഞു തീർന്നതും ഈ 2 കുട്ടികളും അങ്ങോട്ട് പോയി. അതിൽ ആരാണ് ആദ്യം വെട്ടിയതെന്ന് അറിയൂല. പിന്നീട് ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു കൂടി ചെന്നിട്ടാണ് അബൂജഹലിന്റെ തലയെറുക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എന്തിനായിരുന്നു ഈ യുദ്ധം? ഈ യുദ്ധം മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം വിജയമായിരുന്നു. മുസ്ലിമീങ്ങളിൽ നിന്ന് 14 ആളുകൾ ഷഹീദായെങ്കിൽ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് 70 ആളുകൾ കൊല ചെയ്യപ്പെടുകയും 70ഓളം ആളുകളെ ബന്ദികളാക്കി പിടിക്കുകയും ചെയ്തു. നമ്മൾ കേട്ടിട്ടുണ്ട് ബദറും ബദരീങ്ങളും. ബദർ എന്ന് പറഞ്ഞാൽ ഈ യുദ്ധമാണെങ്കിൽ, ബദരീങ്ങൾ എന്നുള്ളത് ആ യുദ്ധത്തിൽ പങ്കെടുത്ത അല്ലെങ്കിൽ ആ യുദ്ധ സമാനമായ ആ രംഗങ്ങളിൽ അതേ ഒരു പ്രതിഫലം ലഭിക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് പ്രിയപ്പെട്ടവരെ ബദർ യുദ്ധം ഉണ്ടായത്? രാഷ്ട്രീയപരമായ തർക്ക, ഏതെങ്കിലും രാജ്യങ്ങൾ തമ്മിലുള്ള അതിർത്തി തർക്കത്തിന്റെ പേരില, അല്ലെങ്കിൽ ഏതെങ്കിലും സാമ്പത്തികമായ ക്രമക്കേടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തില? നമ്മളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ, ഇനി ഇതാ ഒരു 16 ആയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ പ്രത്യേകം ആ ബദറിനെ സ്മരിക്കുന്ന ബദർ ദിനങ്ങളായിക്കൊണ്ടാണ് സംഘടിപ്പിക്കാറുള്ളത്. എന്നാൽ എന്തിനായിരുന്നു ബദർ? ഇന്ന് വരെ പല ആളുകളും അത് വിശദീകരിച്ചിട്ടില്ല. ഇത്തരത്തിൽ ഒരുപാട് പ്രോഗ്രാമുകൾ നടത്തുന്നവർ പോലും അത് വിശദീകരിക്കാറില്ല. എന്തിനായിരുന്നു ബദർ എന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരം മാത്രം: ആദർശപരമായിരുന്നു. ആദർശത്തിന് വേണ്ടിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും പറഞ്ഞു, അല്ലാഹനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. എന്നാൽ അബൂജഹലും കൂട്ടരും പറഞ്ഞു, അല്ലാഹനെയും വിളിക്കുക, അല്ലാഹു അല്ലാത്തവരെയും വിളിക്കുക. ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല. മറിച്ച് ബദറിന്റെ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥന ഹദീസിൽ കാണുവാൻ സാധിക്കും. അല്ലാഹുമ്മ അൻജിദ്ലി മാ വഅത്തനി, അല്ലാഹുമ്മ ആതി മാ വഅത്തനി. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് വാഗ്ദാനം നൽകിയത് ഞങ്ങൾക്ക് നീ നൽകണമേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരഞ്ഞു പ്രാർത്ഥിക്കണം. ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോട്.
എങ്കിൽ ബദറിലേക്ക് വരുന്നതിന് മുമ്പ് കഅബയുടെ കില്ല പിടിച്ചുകൊണ്ട് ശത്രുക്കളുടെ നേതാവായ മുശ്രിക്കുകളുടെ നേതാവായ അബൂ ജഹൽ ലഅനത്തുല്ലാഹി അലൈഹി നടത്തുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഹദീസുകളിൽ കാണുവാൻ സാധിക്കും. അയാൾ പ്രാർത്ഥിച്ചു അത്രേ, അല്ലാഹുമ്മൻസുർ അഅലൽ ജുൻദൈൻ, അല്ലാഹുവേ ഈ രണ്ട് സൈന്യത്തിൽ ഏറ്റവും ഉന്നതമായതിനെ നീ വിജയിപ്പിക്കണേ. അല്ലാഹു അക്രമൽ ഫിഅതൈൻ, രണ്ടെണ്ണത്തിൽ ഏറ്റവും ആദരവുള്ളതിനെ നീ വിജയിപ്പിക്കണേ. ഒരുപാട് പ്രാർത്ഥന അയാളും നടത്തി. അബൂജഹൽ പ്രാർത്ഥിച്ചത് അള്ളാഹിനോട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് അള്ളാഹിനോട്. ഇതെന്റെ വാചകമല്ല. അവര് പ്രാർത്ഥിച്ചു, അള്ളാഹിനോട് പ്രാർത്ഥിച്ചു. പിന്നെ എന്തിനായിരുന്നു യുദ്ധം? രണ്ടു കൂട്ടർക്കും ഒരുമിച്ച് പോയാ പോരെ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹനെ മാത്രമേ വിളിക്കാൻ പാടുള്ളൂ, വേറെ ഒരാളെയും വിളിക്കാൻ പാടില്ല. എന്നാൽ അബൂജഹലോ അള്ളാനെയും വിളിക്കും. അള്ളാഹു അല്ലാതെ അവർ ആരാധിച്ചിരുന്ന പലരുമുണ്ട്. അതിൽ ലാത്തയുണ്ട്, ഉസ്സയുണ്ട്, മനാത്തയുണ്ട്, യഊസുണ്ട്, യഊഖുണ്ട്, നസ്റുണ്ട്, ഇബ്രാഹിം നബിയുണ്ട്, ഇസ്മായിൽ നബിയുണ്ട്. മുമ്പ് കഴിഞ്ഞുപോയ നല്ലവരായ ആളുകൾ, അവരൊക്കെ നമ്മളെ സഹായിക്കും. അവരുടെയൊക്കെ ഒരുപാട് സഹായങ്ങൾ നമുക്ക് കിട്ടും. ഇതായിരുന്നു അവരുടെ വിശ്വാസം. നിങ്ങൾക്കറിയില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാനെ കുറിച്ച്? എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ ഉപ്പാന്റെ പേരെന്താ? നമുക്കെല്ലാവർക്കും അറിയാം, അബ്ദുള്ള. അബ്ദുള്ള എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ അടിമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമിനയുടെ ഗർഭത്തിലായിരിക്കെ പിതാവായ അബ്ദുള്ള മരണപ്പെടുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40-ാമത്തെ വയസ്സിലാണ് നുബുവത്ത് കിട്ടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 40 വയസ്സിൽ നുബുവത്ത് കിട്ടിയിട്ട് പിന്നെയല്ല വാപ്പാക്ക് പേരിടുന്നത്. മറിച്ച് അതിനു മുമ്പേ നബിന്റെ വാപ്പാന്റെ പേര് അബ്ദുള്ള എന്നാണെങ്കിൽ നബിന്റെ വല്ലിപ്പയായ അബ്ദുൽ മുത്തലിബ് അള്ളയായി കണ്ടത് ആരെയാ? ആ റബ്ബിനെ ആരാധിക്കണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ റബ്ബിനോട് പ്രാർത്ഥിക്കണം എന്നാ പറഞ്ഞത്. എന്നാൽ അപ്പോഴാണ് അവർ പറയുന്ന ചില ന്യായങ്ങളുണ്ട്. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്ന ന്യായം അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറയാ. സൂറത്ത് ഗാഫിറിലെ 3-ാമത്തെ ആയത്ത്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. എത്ര സുന്ദരമായിട്ടല്ല പറയുന്നത്. അല്ലാഹു അല്ലാതെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്ന ന്യായം അല്ല പറയാ. ഓര് പറയുന്ന ന്യായം, അല നിങ്ങൾ അറിയണം, ലില്ലാഹി ദീനുൽ ഖാലിസ്, പരിപൂർണമായ കീഴ്വണക്കം അത് അല്ലാഹുവിന് മാത്രമാണ്. എന്നിട്ട് പറയാണ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ, അല്ലാഹ്ക്ക് പുറമെ ഔലിയാക്കന്മാരെ സ്വീകരിക്കുന്നവർ. വേറെ ശ്രദ്ധിച്ചോളി, എന്റെ വാചകല്ല, ഖുർആനിൽ പറയാ. വല്ലദീന ഒരു കൂട്ടം ആളുകൾ, ഇത്തഖദൂ അവര് സ്വീകരിക്കുന്നു, മിൻ ദൂനിഹി മിൻ ദൂനില്ലാ അല്ലാഹ്ക്ക് പുറമെ അവർ സ്വീകരിക്കുന്നു, ഔലിയാ ഔലിയാക്കന്മാരെ, രക്ഷാധികാരികളെ അവർ സ്വീകരിക്കുന്നു. എന്നിട്ട് അവർ പറയുന്ന ന്യായം എന്താ? മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ. മാ നഅബുദുഹും, ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അല്ലാഹുവിലേക്ക് അടുപ്പം കിട്ടാൻ വേണ്ടിയിട്ടാ, അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ അവർക്ക് സ്വയം കഴിവുണ്ട് എന്നോ അവർ പടച്ചോനാണെന്നോ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഇതാണ് പണ്ടുണ്ടായിരുന്ന മക്കയിലെ മുശ്രിക്കുകൾ അടക്കമുണ്ടായിരുന്ന മുശ്രിക്കുകൾ പറഞ്ഞതെങ്കിൽ ഇന്ന് എങ്ങനത്തെ ആളുകളാ? നേർക്ക് നേരെ കേരളത്തിലെ കോഴിക്കോട് ജില്ലയിൽ മരണപ്പെട്ടു പോയ വ്യക്തിയാണ് ഞങ്ങളുടെ പടച്ചോനെന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞു നടക്കുന്ന, പാടി നടക്കുന്ന ഒരു കൗമിലാണ് നമ്മളുള്ളത്. എന്നിട്ടെന്താ പറച്ചില്? ഞങ്ങൾ അല്ലാഹനെ തന്നെ ആരാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, സ്വയം പരിശോധിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞ ആയത്ത് ഖുർആനിലുണ്ടോ? ഇങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളുടെ അടുക്കലേക്ക് ഈ ഖുർആനിന്റെ ആയത്തുമായിട്ട് ചെല്ല്. എന്നിട്ട് ചോദിക്കുക, ഇങ്ങനൊരു അർത്ഥം ഇതിനുണ്ടോ? അല്ലെങ്കിൽ ഇതിന്റെ അർത്ഥം എന്താ? ഞാൻ പറയുന്നത് തെറ്റാണോ നിങ്ങൾക്ക് പരിശോധിക്കാം. അതേപോലെ തന്നെ മുശ്രിക്കുകളുടെ ന്യായങ്ങളിൽ മറ്റൊന്ന്, സൂറത്ത് യൂനുസിലുള്ള 18-ാമത്തെ ആയത്ത്. അവർ പറയും വയഅബ്ദൂന മിൻ ദൂനില്ലാ, അല്ലാഹ്ക്ക് പുറമെ മറ്റുള്ളവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ, മാ ലാ യദുർറുഹും വലാ യൻഫഉഹും, നിങ്ങൾക്ക് ഉപകാരമോ ഉപദ്രവമോ നേടിത്തരാത്തവരാണ്. അങ്ങനെയുള്ള ആളുകളുടെ കാര്യത്തിൽ ഈ മുശ്രിക്കുകൾ പറയുന്നതാണ് വയഖൂലൂന ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്. അവര് പറയും ഹൗലാഇ ശുഫആഉനാ ഇൻദല്ലാഹ്, ഇത് ഞങ്ങൾക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ള ശുപാർശകരാണ്.
ഇവരോട് പറഞ്ഞ ഇവർ അള്ളാഹിനോട് നാളെ പരലോകത്ത് പറയും നമ്മളെ കാര്യങ്ങളൊക്കെ വേഗം നടക്കും. പ്രിയപ്പെട്ടവരിത് ആരുടെ വാദ? മുശ്രിക്കുകളുടെ വാദമാണ്. അതാണ് അല്ലാഹു ഖുർആനിൽ പറഞ്ഞത്. എന്നാൽ ഇതേ വാദവുമായി കൊണ്ട് പലരും അല്ലാഹു അല്ലാത്തവരിലേക്ക് കൈകൾ നീട്ടിക്കൊണ്ട് അവരോട് തന്റെ ആവശ്യങ്ങൾ പറഞ്ഞ് അങ്ങോട്ടുള്ള ജാറങ്ങളിലേക്ക് പോയി അവരോട് തന്റെ പ്രശ്നങ്ങൾ പറഞ്ഞ് പറയുന്ന ന്യായം എന്താ? ഞങ്ങൾ ഈ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരൊന്നും പടച്ചോനാണെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹിന്റെ അടുക്കൽ ഞങ്ങൾക്ക് വേണ്ടി ഇവർ സംസാരിക്കും എങ്കിൽ ഇതന്നെയല്ലേ പണ്ടുണ്ടായിരുന്ന ആളുകളും പറഞ്ഞത്. അങ്ങനെയുള്ളവർക്കെതിരാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം ചെയ്തത്. അങ്ങനെയുള്ളവർക്കെതിരായിരുന്നു ബദറെങ്കിൽ ഖേദകരമെന്ന് പറയട്ടെ, ആ ബദരീങ്ങളായ ആളുകളെയാണ് ഇന്ന് പല ആളുകളും വിളിച്ചു പ്രാർത്ഥിക്കുന്നത് അല്ലേ? ബദർ മാലയും ബദർ മൗലിദൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതിലുള്ള വാക്കുകൾ എന്താ? എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ശരി, ബദരീങ്ങളുടെ ബറക്കത്തിനാൽ തുണ റബ്ബന. എന്തെല്ലാം കാര്യങ്ങൾ, ഓരോ കാര്യങ്ങളും എണ്ണി എണ്ണി പറഞ്ഞിട്ട് പറയാണ് ബദരീങ്ങളുടെ ബറക്കത്തിനാൽ തുണ റബ്ബന. ബദരീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് പടച്ചോൻ ഇത് മാറ്റിത്താ. അതേതൊക്കെ കാര്യങ്ങളാ? രോഗം മാറ്റിത്തരാൻ വേണ്ടി ബദരീങ്ങളോട് ചോദിക്കുന്നവരുണ്ട്. എന്നാ കേട്ടോ പ്രിയപ്പെട്ടവരെ, ബദരീങ്ങളിൽപ്പെട്ട 3 ആളുകളെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. 3 ആളുകൾ. ഒന്ന് മുആദ് റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് അബൂ ഉബൈദ ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ഈ 3 പേരും ബദരീങ്ങളാണ്. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു സ്വന്തം ബാപ്പാന്റെ തലയർത്ത ആളാ ബദർ. അങ്ങനത്തെ ആളാണ് അബൂ ഉബൈദ. എന്നാൽ ഈ അബൂ ഉബൈദയും മുആദ് റളിയല്ലാഹു അൻഹുവും ബിലാൽ റളിയല്ലാഹു അൻഹുവും വഫാത്താകുന്നത് എങ്ങനെയാണെന്നറിയോ? പ്ലേഗ് പിടിപെട്ടിട്ട്, പകർച്ചവ്യാധി പിടിപെട്ടിട്ടാണ് മരിക്കുന്നത്. സിറിയയിലെ അംബാസ് എന്ന് പറയുന്ന പ്രദേശത്ത് തുടങ്ങിയ പകർച്ചവ്യാധിയിൽ 25,000 അല്ലെങ്കിൽ 30,000-ഓളം ആളുകൾ ഷഹീദായപ്പോ ആ കൂട്ടത്തിൽ ഈ 3 സ്വഹാബിമാരുണ്ട്. ഇവർ ബദരീങ്ങളാണേനും ഈ ബദരീങ്ങളോടാണ് നമ്മളെ പനി മാറ്റിത്തരാനും കുട്ടിന്റെ അസുഖം മാറ്റിത്തരാനും പറയുന്നത്. ബദരീങ്ങളോട് ചോദിച്ചാൽ ആപത്തുകളിൽ നിന്ന് രക്ഷ കിട്ടുമെന്നാണെങ്കിൽ ബദരീങ്ങളുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ബദർ കഴിഞ്ഞ് പിറ്റത്തെ കൊല്ലം നടന്ന ഉഹുദ് യുദ്ധം, ആ യുദ്ധത്തിൽ ശത്രുക്കൾ ഉണ്ടാക്കിയ കുടിയിൽ പ്രവാചകൻ വീണു. പ്രവാചകന്റെ പല്ല് പൊട്ടി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റി പൊട്ടി രക്തം വരാൻ തുടങ്ങി. ആപത്ത് സംഭവിച്ചു. അതിനുശേഷമാണ് ഒരു ജൂതപ്പെണ്ണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊടുത്തത് വിഷം പുരട്ടിയ ഭക്ഷണം. വിഷം കൊടുത്തത് അപ്പോഴാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രയാസം ഉണ്ടായില്ലേ? വേണ്ട, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാറ്റിവെച്ചാൽ ആ ബദറിൽ പങ്കെടുത്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എങ്ങനെയാ ഷഹീദാവുന്നത്? പള്ളിയിലേക്ക് വരുന്ന സമയത്താണ് അബൂ ലൂലത്തുൽ മജൂസി എന്ന് പറയുന്ന ശത്രു കൊലപ്പെടുത്തുന്നത്. ആപത്തല്ലേ, പ്രയാസങ്ങളല്ലേ? അലി റളിയല്ലാഹു അൻഹു ബദറിൽ ആദ്യമായി ഇറങ്ങിയാളാ. ആ അലി റളിയല്ലാഹു അൻഹു എങ്ങനെയാ കൊല ചെയ്യപ്പെടുന്നത്? അബ്ദുറഹ്മാൻ ഇബ്നു മുൽസിം എന്ന് പറയുന്ന വ്യക്തിയാണ് സുബഹ് നമസ്കാരത്തിന് വേണ്ടി വരുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുന്നത്. ഇവരൊക്കെ പ്രയാസങ്ങൾ ഏറ്റു മരണപ്പെട്ട ആളുകളാ. എന്നിട്ട് ഇവരെ പോലുള്ള ആളുകളെ വിളിച്ചിട്ടാണ് നമ്മൾ പറയുന്നത് നിങ്ങളുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെല്ലാം ഇന്ന പ്രയാസങ്ങളൊക്കെ മാറ്റിത്തരണേ. സുബ്ഹാനല്ലാഹ്, അല്ലാഹു മുസ്തആൻ. ഇന്നത്തെ മുസ്ലിം ഉമ്മത്ത് പ്രിയപ്പെട്ടവർ ഇതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല പല ആളുകളും. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും കേവലം ഒരു ചരിത്രം കേട്ടുപോകാനോ അല്ലെങ്കിൽ ഒരു പ്രത്യേക ദിവസത്തിൽ മാത്രം ബദരീങ്ങളെ കുറിച്ച് പറയാനോ അല്ല, മറിച്ച് ബദരീങ്ങൾ ഇവിടെ വിട്ടേച്ചു പോയ ഒരു ആദർശമുണ്ട്. ആ ആദർശം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ നിങ്ങൾ പരിശ്രമിക്കുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കലനുസരിച്ചുകൊണ്ടും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതശൈലി പിൻപറ്റിക്കൊണ്ടും ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന് പോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മുടെ മുൻഗാമികളായ ബദരീങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും അവർ പങ്കെടുത്ത ബദർ എന്ന് പറയുന്ന ചരിത്രപ്രധാനമായ യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ചെറിയ ചില ചരിത്രങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്. ഈ ബദർ യുദ്ധം മുസ്ലിമീങ്ങൾ വിജയിക്കാനുണ്ടായ കാരണം എന്തായിരുന്നു? അവരുടെ എണ്ണപ്പെരുപ്പമല്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം മുനയൊടിഞ്ഞ കുന്തങ്ങളും മൂർച്ചയില്ലാത്ത വാളുകളുമായിട്ട് എങ്ങനെ അവർ വിജയിച്ചു? അതിന് പണ്ഡിതന്മാർ ഒന്നാമതായി എണ്ണുന്നത് എന്താണെന്നറിയോ? ഖുവ്വത്തുൽ ഈമാൻ,
അവരുടെ ഈമാനിന്റെ ശക്തിയായിരുന്നു. ഈമാനിന്റെ ശക്തി. ഏതൊരു കാര്യത്തിനു വേണ്ടിയും അള്ള എന്നെ സഹായിക്കുമെന്നുള്ള ആ ഒരു ഉത്തമമായ ധൈര്യം, അതിനു വേണ്ടിയിട്ട് അവർ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെയാണ് അവർ തങ്ങളുടെ മുന്നിൽ ആരാണെന്ന് നോക്കിയിട്ടില്ല. അള്ളാന്റെ ദീനിനെതിരാണോ എങ്കിൽ അവനെതിരെ ഞാൻ നിൽക്കും. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, ബദർ യുദ്ധത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമീങ്ങളുടെ ഭാഗത്തും അദ്ദേഹത്തിന്റെ മകനായ അബ്ദുറഹ്മാൻ ശത്രുക്കളുടെ ഭാഗത്തുമായിരുന്നു. ആ യുദ്ധം കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് അബ്ദുറഹ്മാൻ പിന്നെ ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. അന്ന് അബ്ദുറഹ്മാൻ പറയാണ്, വാപ്പാ, അന്ന് ബദർ യുദ്ധത്തിൽ ഞാൻ നിങ്ങളെങ്ങനെ കണ്ടു, ഞാൻ നിങ്ങളുടെ മുഖത്തുനിന്ന് അങ്ങനെ മാറി നിന്നതാ, കാരണം നിങ്ങളെ ഞാൻ ഉപദ്രവിക്കണ്ട എന്ന് വിചാരിച്ചിട്ട്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാചകമുണ്ട്, മോനെ, ഞാൻ തെരഞ്ഞു നടന്നത് നിന്നെയായിരുന്നു. നിന്നെ ഞാൻ അന്ന് കണ്ടിരുന്നെങ്കിൽ എന്റെ വാളിന് ഞാൻ നിന്നെ ഇരയാക്കുമായിരുന്നു. കാരണം അവിടെ മകനല്ല, വാപ്പയല്ല, ദീനിനാണ് പ്രാധാന്യം, മതത്തിനാണ് പ്രാധാന്യം. അള്ള പറഞ്ഞതുപോലെ ജീവിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ദീനിനോടും പ്രവാചകനോടും അങ്ങേയറ്റത്തെ ഇഷ്ടമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ അനിയനായ ഉമൈർ ബിൻ അബി വഖാസ്. ഉമൈർ ബിൻ അബി വഖാസ് ചെറിയ കുട്ടിയാണ്, 13-14 വയസ്സുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിലേക്ക് ഇറങ്ങുന്ന സമയത്ത് ഉമൈറും വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കുമ്പോൾ ചെറിയ കുട്ടിയാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമൈറിനോട് പറഞ്ഞു, മാറിപ്പോ, അവിടെ പങ്കെടുക്കണ്ട. ഫബകാ ഉമൈർ. ഹദീസിൽ കാണാൻ പറ്റും, ഉമൈർ കൊച്ചു കുട്ടികളെ പോലെ കരയാൻ തുടങ്ങി. 13 വയസ്സ്. അവസാനം അദ്ദേഹത്തിന്റെ കരച്ചിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമ്മതിച്ചു. ഹദീസിൽ കാണാൻ പറ്റും, പിന്നീട് ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഉമൈർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ മാറി മാറി നടക്കുക. ഇത് സഅദ് റളിയല്ലാഹു അൻഹു കണ്ടു. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താണ് നീ ഇങ്ങനെ ഉമൈറെ മാറി മാറി നിൽക്കുന്നത്? അനിയനോട് ചോദിക്കാണ് ജസൻ. ആ സമയത്ത് പറഞ്ഞു, പ്രവാചകൻ എന്നെ സമ്മതിച്ചിട്ടുണ്ട്, ഇനി ചിലപ്പോ കണ്ടു കഴിഞ്ഞാൽ തിരിച്ചു പോകാൻ വേണ്ടി പറഞ്ഞാലോ, അതുകൊണ്ട് എന്നോട് പങ്കെടുക്കണ്ട എന്ന് പറയോ എന്നുള്ള പേടിയിലാണ്. ബദർ യുദ്ധത്തിന്റെ ആ സമയത്ത് ഈ ഉമൈറിന്റെ ഒരു ചരിത്രം പ്രിയപ്പെട്ടവരെ നമ്മൾ കേൾക്കണം. ഉമൈർ റളിയല്ലാഹുവിന്റെ കയ്യിൽ വാളുണ്ട്. പക്ഷെ ആ വാൾ ഒരു പക്ഷേ ശത്രുക്കളുടെ കൂടെ യുദ്ധം ചെയ്യുമ്പോൾ വെട്ടുന്ന സമയത്ത് കയ്യിൽ നിന്നും തെന്നിപ്പോകാം. അങ്ങനെ തെന്നിപ്പോകാതിരിക്കാൻ വേണ്ടി ഒരു സ്ട്രാപ്പ് ചുറ്റാറുണ്ട് യുദ്ധം ചെയ്യുന്ന ആളുകൾ. അത് ചുറ്റാൻ 13 വയസ്സുള്ള ഉമൈറിന് അറിയൂല. ഉമൈർ കാക്കാന്റെ അടുത്തേക്ക് വന്നു. കാക്കാനോട് പറഞ്ഞു, കാക്ക, ഇതൊന്നും എനിക്ക് കെട്ടിത്തരുമോ? സഅദ് റളിയല്ലാഹു അൻഹു അത് കെട്ടിക്കൊടുക്കാണ്. കയ്യില് ആ വാള് പിടിച്ച് ബലം പഠിപ്പിച്ചു കൊടുക്കാണ്. ചരിത്രത്തിൽ കാണാൻ പറ്റും, ബദർ യുദ്ധത്തിൽ ഷഹീദായ 14 ആളുകളിൽ ഒന്ന് ഈ ഉമൈർ ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അവർക്ക് സ്നേഹം പ്രിയപ്പെട്ടവരെ ദീനിനോടാണ്, അള്ളാഹുവിനോടാണ്, റസൂലിനോടാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മൾ സ്വയം ഒന്ന് പരിശോധിക്കുക. നമ്മളോട് ബദർ യുദ്ധം ചെയ്യാനൊന്നും പറയുന്നില്ല. പക്ഷേ സുബഹിന്റെ സമയത്തൊന്ന് എണീക്കാൻ, ദുഹറിന്റെ സമയത്തൊന്ന് പള്ളിയിലേക്ക് വരാൻ ആ ഒരു ചൂട് പോലും താങ്ങാൻ കഴിയാത്ത നമ്മളാണ് ബദരീങ്ങളുടെ കൂടെ നമ്മളും സ്വർഗത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ സമ്പത്തിന്റെ ഒരു ഓഹരി കൊടുക്കാൻ, സക്കാത്ത് കൊടുക്കാൻ വേണ്ടി പറയുമ്പോ, സ്വതക്ക കൊടുക്കാൻ വേണ്ടി പറയുമ്പോ, തന്റെ സമ്പത്ത് മുഴുക്കൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൊടുത്ത സഹാബത്തിന്റെ കൂടെ സ്വർഗത്തിലെത്തുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഒന്നും കൊടുക്കാതെ നമ്മൾ. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനല്ല കേട്ടോ, നമ്മൾ സ്വന്തത്തോട് പരിശോധിക്കുക. അവരൊക്കെ കയറിയ സ്വർഗത്തിലേക്കാണ് നമ്മളെത്താനുള്ളതെങ്കിൽ ഇപ്പോഴുള്ള നമ്മുടെ പ്രവർത്തനം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണോ സ്വർഗം എന്ന് പരിശോധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം സ്വർഗം നൽകുമാറാവട്ടെ. ഒരുപാട് ആളുകൾ പ്രാർത്ഥന കൊണ്ട് വസിയത്ത് നൽകിയിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനകൾ അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബദരീങ്ങളെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ അവരുടെ കൂടെ സ്വർഗത്തിലെത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കെല്ലാം നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഹയാഹി മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.